ഓം വിരാട് വിശ്വബ്രഹ്മണേ നമഃ. ലോകത്തിലെ ഏറ്റവും പുരാതന സംഹിതയും സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുമായ വേദങ്ങളിൽ പരാമർശിക്കുന്ന ഈ വിശ്വത്തിന്റെയും സകല ചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവായ ഏകനായ ഈശ്വരൻ വിശ്വകർമാവിന് പ്രണാമം. പരമ്പരാഗതമായി ദൈവരൂപങ്ങൾ മുതൽ ആരാധനാലയങ്ങൾ വരെയും കാർഷിക ആയുധങ്ങൾ മുതൽ വാഹനങ്ങൾ വരെയും കുടിൽ തൊട്ട് കൊട്ടാരങ്ങൾ വരെയും ആയുധങ്ങൾ മുതൽ ആഭരണങ്ങൾ വരെയുമുള്ള അവശ്യവും അത്ഭുതകരവുമായ നിർമ്മിതികളിലൂടെ ജാതിമത വർഗവർണ്ണ ഭാഷാ ദേശ വ്യത്യാസമില്ലാതെ ഒരു ജനതയുടെ ഒരു സംസ്കാരത്തിൻ്റെ ജീവവായുവും ജീവജലവുമായി ജീവിതം സമർപ്പിച്ച് മൺമറഞ്ഞുപോയ വിശ്വകർമ്മ പിതാമഹന്മാരുടെ പാതാരവിന്ദങ്ങളിൽ വിശ്വകർമ്മ ചാരിറ്റബിൾ സൊസൈറ്റി പുത്തൂർ ആദരവോടെ സമർപ്പിക്കുന്നു. രാമപ്പ ക്ഷേത്രം. ക്ഷേത്രം നിർമ്മിച്ച വിശ്വകർമ്മജന്റെ പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് രാമപ്പ ക്ഷേത്രം. തെലുങ്കാന സംസ്ഥാനത്ത് വറങ്കൽ ജില്ലയിൽ വറങ്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 77 കിലോമീറ്റർ അകലെ പാലംപേട്ട എന്ന പ്രകൃതി രമണീയമായ ഗ്രാമത്തിലാണ് 804 വർഷം പഴക്കമുള്ള രാമപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ശിവക്ഷേത്രമാണ്. രാമപ്പ എന്ന വിശ്വകർമ്മജന്റെ ഉയർന്ന കലാവൈഭവത്തിൻ്റെ പ്രതിഭയുടെ മകുടോദാഹരണമാണ് ഈ ക്ഷേത്രം. 12ാം നൂറ്റാണ്ടിൽ കാകതീയ രാജവംശത്തിലെ രാജാവ് ഗണപതി ദേവയുടെ സേനാപതി റേച്ചർല രുദ്രയാണ് നിർമ്മാണത്തിന് കാര്യദർശിയായത്. കാകതീയ ക്ഷേത്ര നിർമ്മാണ ശൈലിയാണ് ഈ ക്ഷേത്ര നിർമ്മിതിക്കായി ശ്രീ രാമപ്പ ഉപയോഗിച്ചിരിക്കുന്നത്. 17ാം നൂറ്റാണ്ടിൽ ക്ഷേത്രഭാഗങ്ങൾക്ക് പലയിടത്തും കേടുപാടുകൾ വരുത്തപ്പെട്ടു. ക്ഷേത്രത്തിൻ്റെ മുൻവശവും പ്രവേശന കവാടവും ഇതാണെങ്കിലും ഈ ഭാഗം തകർച്ചയിലായതിനാൽ ക്ഷേത്രത്തിൻ്റെ പിൻവശത്തുകൂടിയാണ് ഇപ്പോൾ പ്രവേശന കവാടം. ഇപ്പോഴുള്ള പ്രവേശന കവാടത്തിലൂടെ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഫലകം കാണാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ക്ഷേത്രം. പുറമേ കാണുന്ന 5 തട്ടുകളിലായി 6.5 അടിയോളം ഉയരത്തിൽ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന ഭാഗം കാണാം. സാൻഡ്ബോക്സ് ടെക്നോളജി എന്ന നിർമ്മാണ രീതിയിൽ സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചാണ് അടിസ്ഥാന ഭാഗം